ഹലോ ഫാമിലി. ഈ തമ്മനയില് പറഞ്ഞു വരെ നമ്മളെല്ലാവരും ഞാൻ ഉൾപ്പെടെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ ജൂലൈ 15 കഴിഞ്ഞു. പക്ഷേ അതിപ്പോ ഞാൻ തുടങ്ങിയപ്പോൾ തമാശയിൽ തുടങ്ങിയെങ്കിലും കുറേ അധികം കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയതും പിന്നെ അവരുടെ യൂട്യൂബിൻ്റെ തന്നെ ഒഫീഷ്യൽ പേജിൽ വന്ന കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും നമ്മൾ മലയാളികളുടെ മാത്രം ടെക്കുകാരുടെ ചാനലല്ല ഞാൻ കണ്ടത്. നമ്മൾ ഈ പുറത്തുള്ള ഇംഗ്ലീഷുകാരൊക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ കണ്ടു. അപ്പൊ വിചാരിക്കും ഈ സാറൊക്കെ ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് മനസ്സിലായി. ഒരുവിധമൊക്കെ മനസ്സിലായടാ. പിന്നെ ട്രാൻസ്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് എല്ലായിടത്തുനിന്നും മനസ്സിലാക്കിയെടുത്തോളം കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ ഇതേ പ്രൊഫഷണൽ ആയിട്ടുള്ളവരൊക്കെ ഒന്ന് ഇവിടെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടോ. ഞാൻ ഈ പറയുന്നത് എന്നെ പോലെ തള്ളമാർക്ക് വേണ്ടിയിട്ടാണ്. അതായത് എന്താ പറയുക, ഭയങ്കര വിദ്യാഭ്യാസം ഉണ്ടാവും, പക്ഷെ ഫോണിനെ കുറിച്ച് പോലും ഒന്നും അറിയാതെ യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയാത്ത പാവം പിടിച്ച തള്ളമാർക്ക് വേണ്ടിയിട്ടും തന്തമാർക്ക് വേണ്ടിയിട്ടും എത്ര എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. വലിച്ചു നീട്ടുന്നില്ല, എനിക്ക് വലിച്ചിട്ടിന് ഇഷ്ടമല്ല. ഞാൻ എഴുതി വെച്ചാൽ വന്നേക്കണം ഈ പ്രാവശ്യം കേട്ടോ. കാരണം കുറേ കാര്യങ്ങൾ എന്നോട് ചോദിച്ചിട്ട് ഞാൻ കമൻ്റ് ആയിട്ട് പോയെങ്കിലും എല്ലാവരുടെയും കമൻറ്റ് വായിക്കുമായിരുന്നെങ്കിൽ കുഴപ്പമില്ല, ഡൗട്ട് ക്ലിയർ ആയി പോയേനെ. കുറച്ച് ഡൗട്ടുകൾ ആദ്യം ചോദിച്ചത് ഞാൻ പറയാം. ഒന്ന്, ഓട്ടോ ഡബ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചിട്ട് എന്നോട്. അപ്പൊ ഞാനിങ്ങനെ അന്തം വിട്ടേ, ഓട്ടോ ഡബോ അതെന്ത് സാധനമെന്നാവോന്ന് എഴുതിയിട്ട് ഞാൻ അവനോട് തന്നെ ചോദിച്ചു അതെന്ത് സാധനമെന്ന്. അപ്പൊ പറഞ്ഞു, സാറയുടെ വീഡിയോ ഞങ്ങൾ ഇംഗ്ലീഷിലാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ കാരണം നമ്മൾ ഗുരുക്കന്മാരുണ്ടല്ലോ, നമ്മുടെ ജെ ഫോർ ടെക്കിലെ ജിജോനെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഞാൻ പ്രൊമോഷൻ കൊടുക്കുവാണ്. കാരണം ഞാൻ കണ്ട ടെക് ചാനലിൽ നമുക്ക് മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിക്കുന്ന അവനാണ്. പിന്നെ ആധാരം കൊടുത്തുള്ള ഫീ ഒന്നുമില്ല, അത് അവന്റെ ജോലിയാണ്. അപ്പൊ നമുക്ക് താങ്ങാൻ പറ്റുന്ന, സാധാരണക്ക് താങ്ങാൻ പറ്റുന്ന ചെറിയൊരു ഫീ മേടിച്ചിട്ടാണ് അവൻ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതും മോണിറ്റൈസേഷന്റെ വർക്ക് ചെയ്യുന്നതും നമ്മൾ മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ടോ. കാരണം അവരുടെ വരുമാന മാർഗമാണ്. അപ്പൊ പറഞ്ഞു വന്നത്, ഈ ഓട്ടോ ഡബ് എന്ന് പറഞ്ഞ സാധനം ആദ്യമായിട്ട് ഞാൻ കണ്ടത് ഷോർട്സിൽ ഞാൻ മലയാളത്തിൽ ഇങ്ങനെ ചക്ക വീണു കാലൊടിഞ്ഞു എന്ന് പറഞ്ഞ് ക്യാപ്ഷൻ ഇട്ടു. ഞാൻ ഷോർട്സ് ഒക്കെ ഇട്ട് ആ വഴി പോയി. പക്ഷേ പിന്നെ നോക്കിയപ്പോഴേക്കും അതിന്റെ ഇംഗ്ലീഷാണ് വന്നിരിക്കുന്നത്. ജാക്ക് ഫ്രൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വന്നിരിക്കുക. അപ്പൊ ഞാൻ എനിക്ക് അതിന്റെ ഇംഗ്ലീഷ് എന്നോട് ചോദിക്കരുത് കേട്ടോ. നോക്കിയപ്പോഴേക്കും ഇത് എന്ത് തേങ്ങയാണെന്നാവോ. ഞാനപ്പോൾ സെറ്റിങ്സിലൊക്കെ പോയിട്ട് ഞാൻ എൻ്റെ ലാംഗ്വേജ് നോക്കിയപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ആ ഇട്ടപടി എന്നൊക്കെ തന്നെ കിടക്കുന്നുള്ളൂ. നമ്മൾ വേറെ ഒരു സെറ്റിങ്സ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോഴാണ് നമ്മൾ ജിജോ ബ്രോനോട് ചോദിച്ചപ്പോൾ ജിജോ പറഞ്ഞു, സാർ അതൊന്നും ചെയ്യണ്ട, ഈ യൂട്യൂബ് തന്നെ നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കുരുത്തക്കേടുകളാണ്. അതായത് ചിലപ്പോൾ ചില രാജ്യങ്ങളിൽ എൻ്റെ വീഡിയോ പറയാൻ പറ്റില്ല, നമ്മളിപ്പോ ഭയങ്കര സെലിബ്രിറ്റി ഒക്കെ ആകുമ്പോൾ വല്ല ബ്രിട്ടനിലോ വല്ല ന്യൂസിലാൻഡിലോ അവിടെയൊക്കെ കേൾക്കുകയാണെങ്കിൽ ചിലപ്പോ അത് ഇംഗ്ലീഷിലായിരിക്കും സംസാരിക്കുന്നത്. അത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതതിനെ വിട്ടേക്കാം. ചില സാഹചര്യത്തിൽ അങ്ങനെ യൂട്യൂബ് ചെയ്യുന്ന കുരുത്തക്കേട് കാരണം വ്യൂ കുറയാം കൂടാം. അതുകൊണ്ട് ക്യാപ്ഷനിലോ നമ്മൾ സംസാരിക്കുന്നതിലോ എന്തെങ്കിലും ഭാഷയുടെ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ ടെൻഷൻ അടിച്ച് ആദ്യം പിടിച്ച് പോയി സെറ്റിങ്സിലോ ഒന്നും പണിയേണ്ട, അത് താനേ മാറിക്കോളും കേട്ടോ. രണ്ടാമത്തെ കാര്യം, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചേട്ടൻ ചോദിച്ചതാണ് കേട്ടോ. ഒരു ചേട്ടൻ, ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവർക്ക് കമന്റിൽ മറുപടി കൊടുത്തു. കുട്ടികളുടെയും ഡോഗ്സിന്റെ ഒക്കെ വീഡിയോ മാത്രമേ സാറ് ഇടുന്നുള്ളൂ, ഞാൻ എൻ്റെ ഐഡിയിലാണ് ഇടുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് ഒന്നാമത് പറയാനുള്ളത്, ഒരുപാട് പഴക്കമുള്ള മെയിൽ ഐ ഡി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് എഴുതി. ആരായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ നമ്മളായിക്കോട്ടെ, യൂട്യൂബിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മളൊരു പുതിയ മെയിൽ ഐ ഡി, യൂട്യൂബിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം ആ മെയിൽ ഐ ഡി. വേറെ ബാങ്കിനോ അല്ലെങ്കിൽ വല്ല ഓൺലൈൻ പർച്ചേസിനോ ഒന്നും ആ മെയിൽ ഉപയോഗിക്കരുത്. അതായിരിക്കണം. അത് ആരുടെ പേരിലായിക്കോട്ടെ. ഇപ്പൊ എൻ്റെ മകളുടെയും പട്ടിയുടെയും വീഡിയോ മാത്രമേ ചെയ്യുന്നുള്ളൂ, പക്ഷെ എൻ്റെ പേര് ചിലപ്പോ സാറാമ്മ എന്നായിരിക്കും. അതൊന്നും വിഷയമില്ല. പക്ഷെ എപ്പോഴും നമ്മളൊരു പുതിയ മെയിൽ ഐ ഡി തുടങ്ങി നമുക്ക് ഇഷ്ടമുള്ള ഇട്ടോട്ടെ. മനസ്സിലായി? നമ്മുടെ പിള്ളേരുടെയോ അല്ലെങ്കിൽ പിള്ളേരെ കിഡ്സ് ഓൺലിയൊക്കെ ഒന്ന് ആക്കണം എന്ന് ഞാൻ പറയത്തില്ല. കാരണം കിഡ്സ് ഓൺലി നമുക്കിപ്പോൾ ഒരു സുപ്രഭാതത്തിൽ തോന്നുവാണ് ഞാനൊരു മീൻകറി ഉണ്ടാക്കി അത് അങ്ങ് ഇടണം. ഈ കിഡ്സ് ഓൺലി എന്ന് പറഞ്ഞ സാധനം സെലക്ട് ചെയ്യണ്ട, നോന്ന് തന്നെ സെലക്ട് ചെയ്തിട്ട് അവരുടെ സാധനങ്ങൾ ഇട്ടോ, കുട്ടികളുടെ പട്ടികളുടെ ഒക്കെ ഇട്ടോ. പക്ഷെ മെയിൽ ഐ ഡി എപ്പോഴും പുതിയതായിട്ട് തുടങ്ങുക, ഇഷ്ടമുള്ള പേരിടുക. അപ്പൊ ഒരു ചേട്ടൻ ചോദിച്ചതാണ്, അത് എൻ്റെ പേരിൽ തന്നെ തുടങ്ങണം. അങ്ങനെയൊന്നുമില്ല, ചേട്ടൻ്റെ പേരിലോ പിള്ളേരുടെ പേരിലോ എങ്ങനെ വേണമെങ്കിലും തുടങ്ങാം. അപ്പൊ നമ്മളുടെ ഏജ് ഇട്ട് തുടങ്ങുന്നതിനോടാണ് എനിക്ക് ഇതുള്ളത്. നമ്മളെ ഏജ് ഒക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ തന്നെ ഏജ് ഇടാം. പക്ഷെ വീഡിയോ നമുക്ക് പിള്ളേരെ ഇടാം.
അതിലൊന്നും വിഷയവും ഒന്നുമില്ല. പിന്നെ ഓട്ടോമാറ്റിക് ചിലപ്പോൾ പിള്ളേരുടെ വീഡിയോസിന് കമന്റ് ഒക്കെ ഓഫ് ആവും. അപ്പൊ തന്നെ ആദ്യം പിടിക്കണ്ട. കുട്ടികളുടെ വീഡിയോസിന് യൂട്യൂബ് ഒരുപാട് സേഫ്റ്റി ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ ഡ്രസ്സിന്റെ ചില പ്രശ്നങ്ങളൊക്കെ കൊണ്ട് അപ്പൊ വൃത്തിയായിട്ട് ഡ്രസ്സ് ഉണ്ടാവണം. പാമ്പേഴ്സ് ഒക്കെ ഇട്ട് നടക്കുമ്പോൾ ചില ചാനലില് ചിലപ്പോഴൊക്കെ യൂട്യൂബ് പറയും അത് ഭയങ്കര ഇതാണ്, അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വാണിംഗ് ഒക്കെ തരും. ചിലപ്പോൾ കമന്റ് ഓഫ് ചെയ്യും. ഇതൊക്കെ സ്വാഭാവികമാണ്. മനസ്സിലായെന്നാണ് ടൈം വിചാരിക്കുന്നത്, തല്ലുള്ളൂ. പിന്നെ ഞാൻ എഴുതി വെച്ചേക്കാം കേട്ടോ. മൂന്നാമത്തത്, ഇപ്പൊ ഈ ജൂലൈ 15 കഴിഞ്ഞല്ലേ ചേച്ചി, ഇനിയിപ്പോ ഇത് എത്ര കാലം ഇങ്ങനെ നോക്കും? എന്റെ പൊന്നു പിള്ളേരെ, ഇനി അങ്ങോട്ട് യൂട്യൂബ് ഇങ്ങനെയാണ്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെയാണ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ ജൂലൈ 15 കഴിഞ്ഞാൽ ഇനിയിപ്പോ പഴയ പോലെ ആവില്ല, ഒരിക്കലുമല്ല. യൂട്യൂബ് ഇനി അങ്ങോട്ട് എങ്ങനെ ആയിരിക്കും എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ അതിനൊരു നമുക്ക് നന്നാവാൻ വേണ്ടി വടിയെടുക്കും ഞാൻ എന്നൊരു വാണിംഗ് തന്നിട്ട് നമ്മളോട് അമ്മമാർ പറയില്ലേ, ഇത്ര ദിവസത്തിനുള്ളിൽ നീ അത് ചെയ്തിരിക്കണം എന്നൊരു ഡേറ്റ് കൂടി തന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു കാര്യത്തിലേക്ക് കിടക്കാം. എന്താണ് യൂട്യൂബ് ജൂലൈ 15 കഴിഞ്ഞ് തള്ളമാർക്കുള്ളാണ്ട്, പ്രത്യേകിച്ച് ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ പറയരുത്. ഞാൻ മനസ്സിലാക്കിയാലും നിങ്ങൾക്ക് പറയുന്നു. എല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടൊന്നുമില്ല. എല്ലാം മനസ്സിലാക്കുന്നത് J4 Tech നമ്മുടെ ജിജോന്റെ ചാനലും ദേ സാധനമൊക്കെ ഞാൻ ഇവിടെ ഇടാം. ഫോൺ നമ്പർ ഇട്ടേക്കാം. അപ്പൊ അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും. ഫ്രീ ആയിട്ടൊന്നല്ല, മനസാക്ഷി വേണം. അവന് ഫീ ഒക്കെ ഉണ്ട്. ചെറിയ ഫീ ഒക്കെ കൊടുത്ത എല്ലാ കാര്യവും പറഞ്ഞു തരും. ആദ്യമായിട്ട് യൂട്യൂബ് നമ്മളോട് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒരുപാട് ചാനൽസിന് മെയിൽ വന്നിട്ടുണ്ടാവും, നിങ്ങളുടെ ചാനൽ ഇത്ര, അത് ഒരു ടൈം പറഞ്ഞിരിക്കുന്നു ഓഗസ്റ്റ് 15 ഓഗസ്റ്റ് 15 നിങ്ങൾ ഈ കാര്യം ചെയ്തില്ലെങ്കിൽ ഈ വീഡിയോ റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ ഞങ്ങൾ എടുത്തു കളയും, അല്ലെങ്കിൽ നിങ്ങളുടെ മോണിറ്റൈസേഷൻ കട്ടാവും. അങ്ങനെ ഒരു വാണിംഗ് മെയിൽ പലർക്കും, അതായത് ജിജോ പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ അവന്റെ വീഡിയോയിലുണ്ട്, കേട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേര് അവന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ അറ്റാക്കും വന്ന് വീഴാതെ വീഴാതെ അപ്പീല് പോവുക എന്നൊരു സംഭവമുണ്ട്. ആ മെയിലിൽ തന്നെ താഴെ അപ്പീല് നമുക്ക് പോകാൻ പറ്റും. അപ്പീല് എന്റെ പൊന്ന് സാറാ, ഈ അപ്പീല് പോണ എങ്ങനെയാണ്? എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കാനുള്ള പേടിക്കണ്ട. നമ്മുടെ ജിജോനെ വിളിച്ചിട്ട് മോനെ എന്റെ ചാനൽ ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്, ഇത് എന്താണ്? അപ്പൊ ഞാൻ ഈ പറഞ്ഞ നേരത്തെ ഒരു മര്യാദ ഉണ്ട്. അവന് ചെറിയ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തതിന് ചെറിയൊരു ഫീ ഉണ്ട്. അവനൊരു ഗ്രൂപ്പ് ഉണ്ട്, വേണമെങ്കിൽ അതിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തേക്ക് എത്ര ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ അത് വേറെ കാര്യം. അപ്പോൾ അപ്പീല് പോയി കഴിഞ്ഞിട്ട് ചിലപ്പോൾ യൂട്യൂബ് പറയും, അപ്പീല് നമ്മൾ പറയും എന്റെ പൊന്നും ബഹുമാനപ്പെട്ട കോടതി, ഞാൻ അങ്ങനെ ചെയ്തതല്ല, ഞാൻ ഇങ്ങനെ അത്രയും ജെന്യൂൻ ആയിട്ടുള്ളൊരു സംഭവമാണ്, ഞാൻ വെറുതെ ഓടിപ്പോയി വേറെ വല്ലവരുടെയും വീഡിയോ ഇല്ലാതെ എന്റെ സ്വന്തം വീഡിയോ ആണ്, ഇതൊക്കെ എനിക്ക് അപ്പീലിലൊക്കെ പറയുന്നത്. ദൈവത്തിന്റെ സഹായം കൊണ്ട് ഒന്നും വന്നിട്ടില്ല മക്കളെ. അതാണ്. അപ്പൊ ചാനൽ പോയി എന്ന് പറഞ്ഞത് അപ്പൊ തന്നെ ഇതെല്ലാം ഡിലേറ്റ് ചെയ്ത് കളഞ്ഞ് പോകാൻ നിൽക്കരുത്. അപ്പീല് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ചിലവർക്ക് മെയിൽ വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് ഇങ്ങനൊരു വയലേഷൻ ഉണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾ തംബ്നെയിൽ മാറ്റുകയോ ക്യാപ്ഷൻ മാറ്റുകയോ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനുള്ള സമയം ഓഗസ്റ്റ് 15 വരെയാണ്. അപ്പൊ തംബ്നെയിലാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്ന വീഡിയോയിൽ കുറച്ച് വയലേഷൻസ് ഉണ്ട്, നിങ്ങൾ അതിന്റെ ഹാഷ്ടാഗുകൾ മാറ്റുകയോ ക്യാപ്ഷൻ മാറ്റുകയോ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും മെയിൽ വരുന്നത്. അപ്പൊ നമ്മൾ പറ്റുന്ന രീതിയിൽ എഡിറ്റ് ചെയ്യുക. അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പിള്ളേർ കുരുത്തം കെട്ട പിള്ളേരാണെങ്കിൽ ഒരു സഹായവും ചെയ്യില്ല, അത് വേറെ കാര്യം കേട്ടോ. കുരുത്തം കെട്ട പിള്ളേരോടൊന്ന് ചോദിച്ചിട്ട്, മക്കളെ ഇതൊന്നും മാറ്റി തന്നിട്ട് അമ്മ എഴുതിയ ക്യാപ്ഷനിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ ഇതുപോലെ എന്നോട് ചോദിച്ചു ഞാൻ അറിയാവുന്ന ഞാൻ പറഞ്ഞുതരാട്ടാ. എനിക്ക് ഇപ്പൊ ഞാൻ ഫീ ഒന്നും വാങ്ങിക്കുന്നില്ല, പക്ഷേ ഫ്യൂച്ചറിൽ ഞാൻ വലിയ ടെക് കാര്യമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ വാങ്ങിച്ചെന്നിരിക്കും കേട്ടോ. അറിയാവുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കാതിരുന്നിട്ടില്ല. അറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു തരും. കാരണം ആർക്കാണെങ്കിലും ഒരു വരുമാനം കിട്ടട്ടെ എന്നുള്ളൊരു മനസ്സ് തന്നെ എനിക്കുള്ളൂ. അടുത്തത് വന്നത് സാറ എങ്ങനെയുള്ള വീഡിയോസ് ആണ്? അതായത് ഞാൻ മുമ്പ് യൂട്യൂബിൽ വലിയതായിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്, നിങ്ങളൊരു സാധാരണ ഫോൺ മതിയെന്നേ തുടങ്ങ്. പക്ഷെ ഇപ്പൊ യൂട്യൂബ് പറയുന്നത് AI എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ മനസ്സിലാക്കിയതുണ്ട്. AI എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു പട്ടി പോകുന്നു, പക്ഷെ നമുക്കറിയാം അയ്യോ ഒറിജിനൽ പോലെ തന്നെ ഇരിക്കുന്നു, പക്ഷെ നല്ല കാർട്ടൂൺ അല്ല, നല്ല സിനിമയിലൊക്കെ പോലെ നടന്നു വന്ന പോലത്തെയൊക്കെ വീഡിയോസ്. അല്ലെങ്കിൽ എൻ്റെ ഒരു വണ്ടി ചുമ്മാ റോട്ടിൽ കൂടിയാണ് പോകുന്നത്, പക്ഷെ ആ വണ്ടി കട്ടറുള്ള കുഴി കൂടിയൊക്കെ പോകുന്ന റോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ മേളിൽ കൂടി ഈ വണ്ടി പോണ പോലെയൊക്കെ എഡിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ വണ്ടി പോണത് മണ്ണിൽ കൂടി ആയിരിക്കും. പക്ഷെ അത് ഈ AI സഹായത്തോടെയും കുറെ എഡിറ്റിങ്ങിന്റെ സഹായത്തോടെയും കട്ടറുള്ള സാധനത്തിൽ കൂടിയൊക്കെ ഓടുന്ന പോലെ. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ മനസ്സിലാക്കിയതാണ്. ഇത് പൊട്ടത്തരമാണെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. പിന്നെ കണ്ടിട്ടില്ലേ നമ്മളിപ്പോ ചില റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, കറക്റ്റ് അതുപോലെ തന്നെ ഇരിക്കുന്ന ഫേസ്, പക്ഷെ ഇങ്ങനെ സ്ലോ മോഷനിലൊക്കെ നടന്ന് ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് AI സഹായത്തോടെ ചെയ്യുന്ന കുറെ വീഡിയോസ് ഉണ്ട്. അത് ചെയ്ത് അങ്ങനെ തന്നെ ഇടുന്ന കുറെ ആൾക്കാരുണ്ട്.
അങ്ങനെ തന്നെ അതിലൊരു വോയിസ് കൊടുക്കാതെ അതിലൊരു നമ്മളുടേതായ കഴിവ് വെച്ചിട്ട് ഒരു എഡിറ്റ് ചെയ്യാതെ അങ്ങനെയൊക്കെ ഇടുന്നവരെ ചാനൽ അങ്ങനെ തന്നെ എടുത്തു കളഞ്ഞിട്ടുണ്ട്. കാരണം അതുപോലെ തന്നെ AI ഉപയോഗിക്കേണ്ടെന്നല്ല, എയുടെ കാലം നിലനിൽക്കുന്നത് കൊണ്ട് നമ്മൾ യൂട്യൂബേഴ്സ് ചുമ്മാ അങ്ങൊരു ഫോൺ എടുത്തിട്ട് ദേ ചട്ടി പ്രാവ് പറക്കുന്നു, തേങ്ങ പറക്കുന്നു, ദേ കറി വെക്കുന്നു അങ്ങനെ എടുത്താൽ പറ്റത്തില്ല. കൃത്യമായ ക്ലാരിറ്റിയോടുകൂടി കൃത്യമായ എഡിറ്റിംഗ് ഒക്കെ പഠിച്ച് ഇടണം എന്നാണ് പറയുന്നത്. അപ്പൊ എഡിറ്റിംഗ് പഠിക്കാൻ എന്ത് ചെയ്യും എന്നാണ് ഇപ്പൊ ആലോചിച്ചോണ്ടിരിക്കുന്നത്. അത്യാവശ്യം എഡിറ്റിങ്ങുകളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അതൊക്കെ തന്നെ മതിയാകും. കാരണം നമ്മൾ അതില് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ചുമ്മാ ഒരു ഫോണും വെച്ചിറങ്ങിയതേ കാക്ക പറഞ്ഞു അങ്ങനെയല്ല. നമ്മൾ അതില് കൃത്യമായ വോയിസ് ഒക്കെ കൊടുത്ത് ആ കൃത്യമായ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊടുത്ത് ക്യാപ്ഷൻ ഒക്കെ ഇട്ട് നമ്മൾ അതിൽ പണിയെടുത്തു എന്ന് യൂട്യൂബിന് തോന്നണം. മനസ്സിലാവുന്നുണ്ടോ വല്ലതും? അതായത് വല്ല ഇതൊക്കെ എടുത്തിട്ട് ചുമ്മാ അങ്ങ് കണ്ടിന്യൂസ് ഒരു വീഡിയോ എടുക്കുക. ഇപ്പൊ മീൻ കറി വെക്കുന്നു, മീൻ കഴുകുന്നു, മീൻ ഇതെടുക്കുന്നു, ഇത് തന്നെ അതിൽ തന്നെ നമ്മളപ്പോ നല്ല പിക്ചേഴ്സ് ഒക്കെ എടുത്ത് അതൊക്കെ കൊണ്ടുപോയി ഈ വീഡിയോ പോണതിന്റെ മേളിലൊക്കെ വെച്ച് അപ്പൊ നമ്മൾ ഇച്ചിരി പണിയെടുത്തിട്ട് മനസ്സിലാവല്ലോ. പിന്നെ നമ്മളെ പ്രായമൊക്കെ അറിയാവുന്ന വിശ്വസിക്കുന്നു യൂട്യൂബ് ഞങ്ങൾ തള്ളമാരി ഇതല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോഴത്തെ ഇതിലേക്ക് പോയി പഠിക്കാൻ പറ്റുമോ? അപ്പൊ പറഞ്ഞു തന്നെ അത്രേ ഉള്ളൂ, നമ്മൾ എഫേർട്ട് എടുക്കണം, എടുത്തേ പറ്റത്തുള്ളൂ. നല്ല ക്ലാരിറ്റിയിൽ വീഡിയോസ് എടുക്കണം, നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ അതിൽ നമ്മളെ പിന്നെ ചിലർ ചോദിക്കുന്നു ചേച്ചി എൻ്റെ വോയിസ് ഉണ്ട്, എൻ്റെ ഇതുണ്ട്, ചിലതിലും എൻ്റെ ഫേസ് ഇല്ല. ഫേസ് കാണിക്കേണ്ട വീഡിയോന് ഫേസ് കാണിച്ചേ പറ്റത്തുള്ളൂ. എഫർട്ട് എടുക്കണം. റിസ്ക് എടുക്കാത്തവർക്ക് പൈസ ഇല്ല. മോണിറ്റൈസേഷൻ ഇല്ല. മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആരും പോകണ്ട. അതായത് യൂട്യൂബർ ആകാൻ വേണ്ടിയിട്ട് ആരും കഷ്ടപ്പെടേണ്ടെന്നാണ് യൂട്യൂബ് പറയുന്നത്. മോണിറ്റൈസേഷൻ ആയവരാണെങ്കിലോ അവർക്കും ഇതൊക്കെ തന്നെ. ഇവരുടെ എല്ലാ വീഡിയോ ഇപ്പൊ എന്റെ വീഡിയോ ഒക്കെ നോക്കണ്ട, ഇതില് സാറ് കഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഇതില് സാറ് കുറെ തെറി കേട്ടുന്നു, അങ്ങോട്ട് തെറി വിളിക്കുന്നു. ഞാൻ എഫർട്ട് എടുത്തിട്ടില്ലേ ലൈവിലൊക്കെ, ഇങ്ങോട്ട് തെറി വിളിക്കുന്നു, അങ്ങോട്ട് തെറി വിളിക്കുന്നു. പിന്നെ നമ്മൾ കണ്ടന്റ് പറയുന്നു, പിന്നെ ലോങ് വീഡിയോ ആണെങ്കിലും നമ്മൾ ഈ ക്യാമറ ആയിട്ട് പോവല്ലേ, ഊട്ടിക്ക് പോകുന്നു, വാഗമൺ പോകുന്നു. അല്ലാതെ പറമ്പിൽ കൂടി നടക്കുന്നതിലാണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ പൂന്തോട്ടം കാണിക്കുന്നതിലും അതിൽ എഫർട്ട് എടുത്തിരിക്കണം. നമ്മൾ കൃത്യമായി നല്ല ഫോക്കസ് ചെയ്ത് ആ പൂവൊക്കെ എടുത്ത് അതിന് ബാക്ക്ഗ്രൗണ്ട് ഒരു മ്യൂസിക് കൊടുത്ത് നമ്മൾ സംസാരിച്ച് നമ്മളെ ഫേസ് കാണിച്ച്, ചുരുക്കത്തിൽ പറഞ്ഞ 100% നമ്മൾ കഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഇനി മോണിറ്റൈസേഷൻ യൂട്യൂബ് കൊടുക്കത്തുള്ളൂ. മോണിറ്റൈസേഷൻ ആയ ചാനലിന് അത് ഇൻകം കൊടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ ആ ഇൻകം കൊടുക്കത്തില്ല. കർശനമായിട്ട് യൂട്യൂബ് അത് ചെയ്യും എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കും എന്നാണ് യൂട്യൂബ് പറയുന്നത്. പിന്നെ റിപ്പീറ്റേഷൻ, അതായത് റീയൂസ്ഡ് കണ്ടന്റ്. ഇപ്പൊ വേറൊരാള് ഉപയോഗിച്ചൊരു സാധനം അങ്ങനെ എന്നെ കുറച്ചങ്ങനെ എടുക്കുക, അത് റിയാക്ഷൻ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യണ്ടിട്ടില്ലേ, ഒരു ന്യൂസ് അങ്ങനെ എന്നെ കൊണ്ടേ ഒട്ടിച്ച് വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. വീഡിയോ ഇങ്ങനെ പോണ്ടാവട്ടെ, അതിൽ ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ അത് യൂട്യൂബ് പറയുന്നത് അത് അങ്ങനെ തന്നെ എടുത്ത് റീയൂസ്ഡ് കണ്ടന്റ് ഒരിക്കലും അനുവദിക്കില്ലെന്ന് യൂട്യൂബ് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതോ അല്ലെങ്കിൽ വേറൊരാളുടെ സാധനം എടുക്കുമ്പോൾ അതിലും നമ്മൾ നല്ല രീതിയിൽ അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം, അതിനെക്കുറിച്ച് സംസാരിക്കണം. ഇന്ന കാരണമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ വ്യൂ പോയിന്റിൽ ഇതാണ്, അല്ലെങ്കിൽ ഒരു കറി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, പക്ഷെ ഇതിൽ അങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ സംസാരിച്ചിരിക്കണം. ഫേസ് കാണിക്കേണ്ടതിന് ഫേസ് കാണിക്കണം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൊടുക്കണം. അങ്ങനെയല്ലേ? അപ്പൊ ഞാൻ ഒരെണ്ണം അങ്ങനെ ഇട്ടിട്ടോ, അടുത്ത ദിവസം വീണ്ടും വരുവാണ് ആ വാർത്തനെ കുറിച്ച് തന്നെ. പക്ഷെ അതിൽ തംബ്നെയിൽ സെയിം, ക്യാപ്ഷൻ സെയിം, സംസാരിക്കുന്ന കണ്ടന്റും സെയിം ആണെങ്കിലും അതും റീയൂസ്ഡ് ആണ്. അപ്പൊ ഒരേ കണ്ടന്റുകൾ മാത്രം ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഇപ്പൊ കുക്കിംഗ് ചാനലാണെങ്കിൽ നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കാം, ഇത് തന്നെ ആയിരിക്കും അടുത്ത ദിവസം ബിരിയാണി തന്നെ ആയിരിക്കും, ക്യാപ്ഷൻ അത്, ഒരേ ചട്ടി ഒരേ പാത്രം, ഇതൊക്കെ വരുമ്പോഴേക്കും നമ്മൾ അതിൽ വെറൈറ്റി കൊണ്ടുവരാൻ നോക്കണം. ക്യാപ്ഷൻ മാറ്റണം, അതിന്റെ തംബ്നെയിൽ വേറെ ആയിരിക്കണം. നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ബീഫ് ബിരിയാണി തന്നെയായിരിക്കും പറയുന്നേ, പക്ഷെ അതിൽ വെക്കുന്ന പാത്രവും വെറൈറ്റിയും കുറെ ഫ്ലവേഴ്സ് കൊണ്ടുവന്ന് ഞാൻ മനസ്സിലാക്കിയ രീതിയായിട്ട് ഇതൊക്കെ. അത് ഒരുപാട് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരേ കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് വ്യത്യസ്തത വരുത്താതെ നമ്മൾ ആ വീഡിയോ കൊണ്ടുപോയിട്ടിട്ട് ഒരു കാര്യമില്ല. അത് റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ട് മോണിറ്റൈസേഷൻ തടയാനും, മോണിറ്റൈസേഷൻ ആയ ചാനലുകളുടെ അവര് അത് നോക്കുന്നുണ്ട്. നോക്കിയിട്ട് കുറച്ച് മെയിലുകളൊക്കെ ഇപ്പോൾ ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ടാവും, നിങ്ങളത് മാറ്റുവാണ്, നിങ്ങളെ പാട്ട് മ്യൂട്ട് ചെയ്യുവാണ്, നിങ്ങളുടെ ചാനലിൽ ഇങ്ങനെ ഒരു വയലേഷൻ ഉണ്ട്, നിങ്ങളെ റീയൂസ്ഡ് കണ്ടന്റ് ഉണ്ട്, നിങ്ങൾ August 15 മുമ്പ് ഇത് എഡിറ്റ് ചെയ്ത് മാറ്റണം. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ അങ്ങനെ വന്നവരൊക്കെ തംബ്നെയിലൊക്കെ മാറ്റി ക്യാപ്ഷനൊക്കെ മാറ്റി പുതിയൊരു സംഭവം പോലെ എന്ന വീഡിയോയിലായിട്ട് ബന്ധവും ഉണ്ടായിരിക്കണം. ഫേക്ക് കളിക്കരുത്. കൃത്യമായി യൂട്യൂബ് പറയുന്നുണ്ട് ഒറിജിനൽ കണ്ടന്റുകൾ ആയിരിക്കണം. ഫേക്ക് ആയിട്ടുള്ള ഒരു സാധനം യൂട്യൂബിൻ്റെ അടുത്ത് നടക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ എഐയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരുപാട് വീഡിയോസ് ഒക്കെ ഇൻസ്റ്റയും ഫേസ്ബുക്കൊക്കെ മത്സരിക്കാൻ വരുമ്പോൾ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞത് ഹ്യൂമൻ
അതായത് മനുഷ്യരെ കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യൻ ഏടൊപ്പം തന്നെ ഏകാര് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കട്ടക്ക് നിന്ന് പ്രവർത്തിക്കണം എന്നാണ് യൂട്യൂബ് പറയുന്നത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. നിങ്ങൾക്കും അങ്ങനെയൊക്കെ മനസ്സിലായത്? കുറെ അതും ഇതും പ്രൊഫഷണൽ ആയിട്ടൊക്കെ ഒന്നും മനസ്സിലാക്കാനില്ല. അപ്പൊ അതങ്ങനെ കേട്ടോ. അടുത്തത് നോക്കട്ടെ, വല്ല എഴുതി വെച്ചിട്ടുണ്ടാകും കേട്ടോ. പിന്നെ പിന്നെ ചോദിച്ചിരിക്കുന്നത് ഇതാണ് നമ്മളിപ്പോ വന്നിരിക്കുന്ന കാര്യങ്ങൾ കേട്ടോ. പിന്നെ ചോദിച്ചിരിക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പൊ ചില ആൾക്കാരില്ലേ, ഇപ്പൊ ഞാൻ ജിജോന്റെ വീഡിയോ കണ്ടാണ് കേട്ടോ. ഞാനപ്പോ അത് വ്യക്തത വരുത്തിയായിരുന്നു. ഈ ഒരു കടലിലെ വീഡിയോസും കടലിൽ മീൻ മറിയുന്നതും മീൻ പിടിക്കുന്നതും കടിക്കുന്നതും ഒക്കെ ആയിട്ട് ഒരുപാട് വയലേഷൻ അതില് ഒരേ തന്നെ ഒരു മീൻ മറ്റൊരു മീനെ കടിച്ച് പറിച്ച് തിന്നുന്നു, ഇതൊക്കെ തന്നെ. പക്ഷെ നമ്മൾ ഓൺ വോയിസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, എഡിറ്റ് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മള് മനുഷ്യരല്ലേ ഇതൊക്കെ കാണുന്നത്, കാഴ്ചക്കാർക്ക് കിട്ടുന്നതെങ്കിൽ അത് വയലേഷന്റെ ഭാഗമായിട്ട്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ക്രൂരമായിട്ടുള്ള വീഡിയോസുകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരാതിരിക്കുക. ചില സാഹചര്യത്തിന്റെ ഇതുകൊണ്ട് നമ്മൾ അത് ഒറിജിനൽ ആയിരിക്കാം, ചില സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളത് ഇട്ടാലും റിപ്പീറ്റ് ചെയ്ത് വരാതിരിക്കുക. നമ്മളതിൽ ഓൺ വോയിസ് കൊടുത്തിട്ടുണ്ടാവും, സൗണ്ട് കൊടുത്തു. അപ്പോൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ഞാൻ പറയുന്നത് നല്ല രീതിയിൽ പണിയെടുക്കണം. രണ്ടാമത് ഒറിജിനലായിട്ട് നിങ്ങളുടേതല്ലാത്ത ഒരു സാധനം കൊണ്ടൊന്ന് ഇടരുത്. ഇടുന്ന സാധനത്തിന് നിങ്ങളുടേതായ എല്ലാ എഫേർട്ടും, വോയിസ് ആണെങ്കിൽ വോയിസ്, ഫേസ് ആണെങ്കിൽ ഫേസ് എല്ലാം ഉണ്ടായിരിക്കണം. ഇത്രയേ ഉള്ളൂ ചുരുക്കത്തില്. പിന്നെ പറയുന്നത് ഈ സാധനങ്ങള് ഇപ്പോ കുറെ ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് സങ്കടമുണ്ട്, അപ്പീല് പോയിട്ടും ചാനൽ എടുത്തു പോയിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് അവരോട് പറയാനുള്ളത്, തോക്കുന്നവർക്ക് മാത്രമേ വിജയമുള്ളൂ. ഇപ്പൊ ഞാൻ ലൈവ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് എന്നെ ഭീഷണിപ്പെടുത്താറുണ്ട്, നിന്നെ റിപ്പോർട്ട് അടിച്ച് ചാനലുകളെന്ന്. കാരണം എനിക്ക് കൃത്യമായിട്ട് ലൈവ് ചെയ്യുന്നതിനെ കുറിച്ച് ബോധമുണ്ട്. കൃത്യമായി ലൈവിനെ കുറിച്ച് എനിക്ക് വ്യക്തത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വിളിക്കുന്ന തെറിക്ക് കൃത്യമായി അങ്ങോട്ട് ഞാൻ തെറി വിളിക്കുന്നത്. അവര് പോയിട്ട് എന്റെ ചാനൽ അങ്ങനെ റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ വെറുതെ ആൾക്കാർ ഇരിക്കണില്ല, ലക്ഷക്കണക്കിന് സാലറി മേടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെന്തായാലും സാറുടെ വീഡിയോ ഓക്കെ, ആഹാ ഇങ്ങനെ തെറി പറഞ്ഞപ്പോൾ സാറ് തിരിച്ചു പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചിരിക്കുന്നത് ലൈവ് ചെയ്യണേ എങ്ങനെയാണ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ചേച്ചി ലൈവ് ചെയ്യണേ? അപ്പോ ആദ്യമായിട്ട് ചാനൽ തുടങ്ങുന്നവർ ആദ്യമായിട്ട് ലൈവ് ചെയ്യുമ്പോൾ ലൈവിന്റെ അവിടെ നമ്മളിങ്ങനെ വീഡിയോ യൂട്യൂബ് ഇങ്ങനെ തുടങ്ങുമ്പോൾ ഒരു പ്ലസ് കാണാമല്ലോ, നമ്മൾ ഷോർട്സും വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പൊ ഇപ്പുറത്ത് വീഡിയോ, ഇപ്പുറത്ത് ഷോർട്സ്, ഇപ്പുറത്ത് ലൈവ്. ആ ലൈവ് ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിലവർക്ക് വരും ഒരു 50 ഷോർട്സ് കംപ്ലീറ്റ് ആയിട്ട് ലൈവ് ഓപ്പൺ ആവുന്നു. അപ്പൊ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ട് പോവുക. നമ്മൾ അങ്ങനെ ഷോർട്സ് കൃത്യമായ സമയത്ത് വെറുപ്പിച്ചുകൊണ്ടാണ് ഇട്ടുകൊണ്ടിരിക്കുക. പിന്നെ ചിലവർക്ക് വന്നത് 24 hours കഴിഞ്ഞോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഒരു കൊച്ചു പറഞ്ഞ ചേച്ചി എന്തൊക്കെയോ പറഞ്ഞു എഴുതിയിട്ട് 24 hours മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ. ഒന്നുമില്ല, ലൈവ് ക്ലിക്ക് ചെയ്യുക, എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവും അതങ്ങോട്ട് ഓഫ് ചെയ്യുക. എൻ്റെ ഒരു അനുഭവത്തിൽ 24 hours ഒന്നുമില്ല, ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ലൈവ് എന്ന് പറയുന്നത് ഓപ്പൺ ആവും, ഇങ്ങനെ കറങ്ങണം. അപ്പൊ അതിൽ ചെയ്യേണ്ട സെറ്റിങ്സ് എന്ന് പറയുന്നത് പബ്ലിക് ആക്കുക. നമ്മളിപ്പോൾ ലൈവ് പോകാൻ പോവാണ്, അപ്പോൾ അതിൽ പബ്ലിക് ആക്കുക. കിഡ്സ് ഓൺലി ലൈവ് ആണോ എന്നുള്ളത് നമ്മൾ വീഡിയോന് ചെയ്യുന്നവരെ നോ ഇടുക. അവിടെ പിന്നെ വേറെ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് ഒരു തംബ്നെയിലോ അല്ലെങ്കിൽ ക്യാപ്ഷനോ അപ്പൊ തന്നെ ഇടണം എന്ന് ഞാൻ പറയത്തില്ല. നേരെ അങ്ങ് ലൈവ് പോവുക. ലൈവ് പോകുമ്പോൾ ഒരു മനുഷ്യൻ പോലും ഉണ്ടാവത്തില്ല, അത് നിങ്ങൾ വിഷമിക്കണ്ട. സ്ഥിരമായിട്ട് നമ്മൾ ഒരേ സമയത്ത് ഈ ലൈവ് വന്ന ആൾക്കാർ ഞങ്ങൾ ഇങ്ങനെ ഒരു ലൈവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയണമെങ്കിൽ സ്ഥിരമായിട്ട് ഒരു മിനിമം 2 ആഴ്ചയെങ്കിലും കൃത്യസമയം പാലിക്കുക. ആഴ്ചയിൽ 2 or 3 വട്ടം വന്നാൽ പോലും അത് കൃത്യസമയം പാലിക്കുക. പിന്നെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും അനുഭവങ്ങളോ എന്തെങ്കിലും കുറിച്ച് അറിവ്, എല്ലാ മനുഷ്യനും അനുഭവങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ഒരാൾ പോലെ അത് ഉണ്ടാവത്തുള്ളൂ, പക്ഷെ ഒരു 100,000 ആൾക്കാർ ഓപ്പോസിറ്റ് നിൽക്കണ പോലെ നമ്മൾ അങ്ങ് സംസാരിക്കുക. ഇത് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ തുടങ്ങാം. ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതി, ആരെയും കാണുന്നില്ലോളേ. പക്ഷെ എനിക്കുണ്ടായ ഒരു മോട്ടിവേഷനാണ്, എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഞാൻ മക്കളെയും കൊണ്ട് ഇങ്ങനെ പോണ സമയത്ത് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ഞാനപ്പോൾ ഇങ്ങനത്തെ പോയി മിനിമം ഒരു 20 മിനിറ്റ് എങ്കിലും ആ ലൈവ് ഉണ്ടാവണം. നമുക്ക് ആദ്യം വെപ്രാളുണ്ടാവും, മൊത്തം ടെൻഷൻ ഉണ്ടാവും, ഒരു മനുഷ്യനുള്ള ലൈക്കിൽ. ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അത് നിങ്ങൾ പറഞ്ഞു പിന്നെ 10 പേരാവും, പിന്നെ 20 പേരാവും. ഈ ലൈവിന്റെ ചേച്ചി 20 മിനിറ്റ് അങ്ങനെ തന്നെ നമുക്ക് വാച്ചിങ് അവേഴ്സിലേക്ക് കിട്ടോ? ഇല്ല. ഇപ്പൊ ഞാൻ ഓപ്പോസിറ്റ് ഉള്ള ഒരാളുടെ ലൈവ് കാണുന്നു, 20 മിനിറ്റ് ലൈവിൽ ഞാൻ 10 മിനിറ്റ് എങ്കിലും ഞാനത് കണ്ട് ഇരുന്ന ഒരു ആളാണെന്ന് കരുതുക. ഒരു പബ്ലിക്കാണ് ഞാൻ. 10 മിനിറ്റെങ്കിലും ഞാൻ കണ്ടു. ആ 10 മിനിറ്റും ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ആ 10 മിനിറ്റിൽ ചിലപ്പോൾ ഒരു 6 മിനിറ്റ് യൂട്യൂബ് എടുക്കും, പക്ഷെ 4 മിനിറ്റ് നമുക്ക് വരും. പക്ഷെ എപ്പോഴും ലൈവ് ലോങ് വീഡിയോ ആണ് നമ്മൾ മോണിറ്റൈസേഷൻ ആവാനും വാച്ചിങ് അവേഴ്സ് കൂടാനും ഏറ്റവും നല്ലത്. പിന്നെ ഒരൊറ്റ
കമന്റും നിങ്ങൾ, എൻ്റെ ഒരു അഭിപ്രായമാണ്, നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക, ടൈം ഔട്ട് ചെയ്യുക. നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയും ഇങ്ങനെ ചൊറിഞ്ഞൊറിഞ്ഞൊറിഞ്ഞിരിക്കുന്ന ചില മരണങ്ങൾ ഉണ്ടാവും. നമുക്ക് തെറിയും കൂടി വിളിക്കാൻ തോന്നില്ല. അങ്ങനെ ടൈം ഔട്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യരുത്. എന്ത് സാധനങ്ങൾ ഉണ്ടായിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, നമ്മളെ കമന്റ് ആയിക്കോ, ഒന്നും ഡിലീറ്റ് ചെയ്യരുത്. ഒന്നുകിൽ ചാനലിൽ നിന്ന് നമുക്ക് അവരെ ഹൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ടൈം ഔട്ട് ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് ഹൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ലോങ് വീഡിയോ ഒക്കെ നമുക്ക് ഹൈഡ് ചെയ്തിടാം. ഓക്കെ, അല്ലാതെ ഡിലീറ്റ് ചെയ്യരുത്. പിന്നെ പറയും ചിലർ, ചേച്ചി ഞാൻ എന്തോ അബദ്ധത്തിന് എൻ്റെ ചാനലിൽ അറിയാതെ കുറച്ച് സാധനങ്ങൾ വന്നു പോയി ചേച്ചി, ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട്. ഡിലീറ്റ് അല്ല ചെയ്യേണ്ടത്, നമ്മൾ അൺലിസ്റ്റ് ചെയ്തിടുക. ആരും കാണത്തില്ല, ആരും കാണാത്ത രീതിയിൽ അങ്ങനെ ആക്കിയിടുക. അപ്പൊ ലൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കണ്ടന്റുകളൊക്കെ 3-4 ദിവസം കണ്ടുപിടിച്ച് നോക്കുക. എല്ലാ കമന്റും മാക്സിമം വായിക്കുക. പിന്നെയാണെങ്കിൽ ഇടക്കാണെങ്കിലും ചിലവരുടെ ലൈവ് ഞാൻ കണ്ടിട്ടുണ്ട്, അയ്യോ ലൈക്ക് ചെയ്യട്ടെ, ഇതിങ്ങനെ കയ്യൊക്കെ അടിച്ചിട്ട് ലൈക്ക് ചെയ്യട്ടെ, വരൂ സബ് ചെയ്യട്ടിലേക്ക് ലേലം വിളി ആവരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിൽ പലർക്കും ഇതാവുണ്ട്. നമുക്കൊരു കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ കമന്റുകൾ വായിക്കാതെ ലൈക്ക് 100 ആവട്ടെ, 50 ആവട്ടെ, കമന്റ് എന്റെ കൈയൊക്കെ ഇങ്ങനെ പൊക്കിയിട്ട്, നമുക്കറിയാം കൈ പൊക്കണ എന്ത് തേങ്ങക്കാണെന്നുള്ളത്. അത് കണ്ടിരിക്കട്ടെ ആൾക്കാർ എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു എത്തിക്സ്, നമുക്ക് വേണ്ടി നമ്മൾ ചിലപ്പോൾ ഒരുപാട് വലിയ സെലിബ്രിറ്റി കാണുന്ന സമയത്ത് 300-500 കമന്റ് ഒക്കെ ചിലപ്പോൾ അന്നത്തെ സമയത്ത് നമ്മളെ പ്രിയപ്പെട്ടവരെ പോലും വായിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പോ നമുക്ക് അവര് ഒരു ഹായ് അയക്കുന്നവരാണെങ്കിൽ പോലും ആ ഹായ്ക്ക് ഒരു സെക്കൻഡ്, ഒരു തെറി വിളിക്കണവരാണെങ്കിൽ ശരി, ആ ടൈപ്പ് ചെയ്യാൻ സമയം എടുത്തിട്ടല്ലോ, എന്താണെങ്കിലും വായിക്കുക, ധൈര്യത്തോടെ വായിക്കുക. എത്ര ചൊറിയന്മാര് വന്നാലും അതിൽ നിന്ന് ഇറങ്ങി പോവരുത്. നമ്മളൊരു സമയമുണ്ട്, ആ സമയം നിന്ന് നമ്മൾക്ക് എന്താണോ പറയാനുള്ളത് പറയുക, കമന്റുകളെല്ലാം വായിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രതികരിക്കുക. നമ്മളൊരു ചാനൽ നടത്തിക്കൊണ്ടു പോകുമ്പോൾ മറ്റൊരാളുടെ ലൈവിൽ കയറിയിട്ട് വൃത്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ട് അടിച്ച് നമ്മൾ ചാനൽ പോകും. പക്ഷെ നമ്മൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു തെണ്ടിക്കും നമ്മളെ വൃത്തിയോട് പറയാനുള്ള അധികാരമില്ല, റൈറ്റ്സും ഇല്ല. അവന്മാരെ റിപ്പോർട്ട് അടിച്ചാൽ നമ്മളെ ചാനൽ പോവത്തുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം, ഈ ലൈവ് അപ്ലോഡ് ചെയ്തതിന് ശേഷം കാണുന്നവർക്കാണ് ആ വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്, ആ കാണുന്ന വാച്ചിങ് അവേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് കണ്ടന്റ് ആണോ പറഞ്ഞത് നല്ല രീതിയിൽ ഈ ലൈവ് അപ്ലോഡ് കഴിഞ്ഞിട്ട് നേരെ YT സ്റ്റുഡിയോ പോവുക, എഡിറ്റ് ചെയ്യുക. ഒരു തംബ്നെയിൽ എഡിറ്റ് ചെയ്തിട്ടിരിക്കണം, അത് നേരെ അപ്ലോഡ് ചെയ്യുക. ക്യാപ്ഷൻ, #ഹാഷ്ടാഗുകൾ അറിയാലോ, ലൈവ് സ്ട്രീമെന്നോ #ഹാഷ്ടാഗ് ലൈവെന്നോ അങ്ങനെയുള്ള ഇതൊക്കെ ഇടുക. പിന്നെ പബ്ലിക് ആയോ എന്നൊന്നുകൂടി ചെക്ക് ചെയ്യുക. മോണിറ്റൈസേഷൻ ആയ ചാനലാണെങ്കിൽ മോണിറ്റൈസേഷൻ ഓൺ ചെയ്യുക. പിന്നെയുള്ള നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഇത്രയൊക്കെ എനിക്ക് അറിയത്തുള്ളൂടാ. ഇത് നിങ്ങൾക്ക് തള്ളമാർക്കൊക്കെ മനസ്സിലായില്ലേ? കാരണം ഞാൻ ഓൾറെഡി തള്ളാതെ കേട്ടിട്ട് ഇതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കണം. ഞാൻ നമ്മുടെ വീട്ടിലിരുന്ന് നിങ്ങളോട് സംസാരിക്കുന്ന പറയാൻ സംസാരിച്ചത്. ഞാനിപ്പോൾ ജിജോന്റെ ചാനലിൽ കൂടി പോകുന്നുണ്ട്. ഞാൻ ഇവിടേക്കാ അതൊക്കെ എഡിറ്റ് ചെയ്യാൻ എനിക്കറിയാം കേട്ടോ, ഞാൻ അത്രയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇടാം. പിന്നെ ജിജോനോട് എന്ത് ചോദിച്ചാലും, ഇപ്പൊ എന്നോടാണ് ചോദിക്കണേ, എനിക്ക് അറിവുള്ള സാധനമാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ജിജോന്റെ നമ്പറും ചാനൽ അതിൽ പോകുന്നുണ്ട്. പറ്റുന്നവർ അവൻ്റെ കയ്യിൽ എനിക്ക് തോന്നുന്നു ഒരു വർഷം നമുക്ക് ഡൗട്ട് ചോദിക്കണേ നിസ്സാര എമൗണ്ട് ഉള്ളൂ. മോണിറ്റൈസേഷൻ ചെയ്യണതിന് പൈസയുണ്ട്, പക്ഷെ എന്നാൽ പോലും മറ്റുള്ള ടെക്കുകാർ ചെയ്ത് തന്നെക്കാളും നല്ല അടിപൊളിയായിട്ട് വർക്കുകൾ ചെയ്തു. മോണിറ്റൈസേഷൻ വർക്ക് എന്ന് പറയുമ്പോൾ ഓടിപ്പോയിട്ട് ജിജോ ചേട്ടൻ എനിക്കപ്പോ വ്യൂവും വാച്ചിങ് അവേഴ്സ് ഒക്കെ ഉണ്ടാക്കി തരൂലേ, അതല്ല. മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ അഡ്രസ്സും നമ്മുടെ ബാങ്ക് ഡീറ്റെയിലും കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് നമ്മളെ ചാനലൊക്കെ ചെക്ക് ചെയ്ത് നല്ല കറക്റ്റ് ആണോ നോക്കി തരും. പക്ഷെ നമ്മളും അതുപോലെ തന്നെ ചാനൽ ചെക്ക് ചെയ്യണം. എന്തെങ്കിലും പുറത്തുനിന്നുള്ള കണ്ടന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടോ എല്ലാം അവന്റെ തലയിൽ വെക്കരുത്. അല്ലാതെ ചിലർ വിചാരിക്കണവര് അപ്പൊ എന്റെ വ്യൂവേഴ്സും എന്റെ വാച്ചിങ് അവേഴ്സ് ജിജോ കംപ്ലീറ്റ് ചെയ്ത് തരുമല്ലോ, അങ്ങനെ ഒന്നല്ല. നമ്മൾ തന്നെ കഷ്ടപ്പെടണം. മോണിറ്റൈസേഷൻ ആവണ സമയമാകുമ്പോഴേക്കും അവനോട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ബാങ്ക് ഡീറ്റെയിലും നമ്മളുടെ അഡ്രസ്സും എല്ലാം കറക്റ്റ് ചെയ്ത് തരും. പിന്നെ ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട്, ചേച്ചി എന്റെ 1000 സബ്ബായി അപ്പൊ എനിക്ക് മോണിറ്റൈസേഷൻ ആവൂലേ? ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. 3 ഏണിങ്സ് എന്ന് പറഞ്ഞിട്ട് YT സ്റ്റുഡിയോയിൽ റൈറ്റ് സൈഡിൽ കാണാൻ ഏറ്റവും താഴെ എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം 500 സബിന്റെ കാണാൻ പറ്റും. അതൊന്നല്ല, താഴേക്ക് വയ്ക്കുമ്പോഴേക്കും 1000 സബ്, 4000 വാച്ചിങ് അവേഴ്സ്, പിന്നെ 30 മില്യൺ. ഇതൊക്കെ ഏത് കാലത്ത് അവരാണോ? അപ്പൊ ഈ 3 കാര്യങ്ങളിൽ 2 കാര്യമെങ്കിലും കംപ്ലീറ്റ് ആവണം. 1000 സബ് ആവണം 1 വർഷത്തിനുള്ളിൽ, 4000 വാച്ചിങ് അവേഴ്സ് ആവണം 1 വർഷത്തിനുള്ളിൽ. ഇത് രണ്ടും നമ്മളെ കൊണ്ട് സാധിക്കും. കാരണം എനിക്ക് 1 മാസം കൊണ്ട് 1000 സബ്ബായി, 3.5 മാസം കൊണ്ട് കൃത്യമായി ആഴ്ചയിൽ 2 ലൈവ്, ആഴ്ചയിൽ 3 ലോങ് വീഡിയോ, എല്ലാ ദിവസവും ഷോർട്സ്, കൃത്യസമയം, ഇതെല്ലാം ഞാൻ പാലിച്ച് ഒരു 3.5-4 മാസം കൊണ്ട് എനിക്ക് മോണിറ്റൈസേഷനായി. എൻ്റെ ആദ്യത്തെ പൈസ കിട്ടിയത് 6-ാം മാസത്തിലാണ്. ഞാൻ അതിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, അതിന്റെ വിത്ത് സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കുക. നല്ല അടിപൊളി യൂട്യൂബേഴ്സ് വരട്ടെ അല്ലേ? നല്ല യൂട്യൂബിലേക്ക് വരുമ്പോഴേക്കും പെമ്പിള്ളേരൊക്കെ നല്ല സ്മാർട്ടാവും, നല്ല അടിപൊളിയായിട്ട് വരും. നമ്മൾ അടുക്കളയിൽ മാത്രമല്ല, നല്ല സ്മാർട്ടായിട്ട് സംസാരിക്കാനും സമൂഹത്തിന്റെ മുമ്പിൽ വരാനും ശക്തമായി ഒറിജിനലായിട്ട് നിൽക്കാനും പ്രതികരിക്കാനും പഠിക്കട്ടെ.
പ്രതികരിക്കാത്ത സമൂഹമൊന്നും നമുക്ക് ഇന്നില്ല. ഈ എന്താടി എന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിക്കാൻ പറ്റണം. അതുപോലെ ആവട്ടെ, അടിപൊളിയാവട്ടെ, സാറയുടെ ടീം അടിപൊളിയാവണം കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു മനസ്സിലായെന്ന കരുതണം കേട്ടോ. എനിക്ക് മനസ്സിലായ കാര്യമാണ് ഇതൊക്കെ പറഞ്ഞത്. പിന്നെ ഇതിൽ ഞാൻ കുറെയൊക്കെ നമ്മളെ യൂട്യൂബിന്റെ പേജിലെടുത്ത് ട്രാൻസ്ലേറ്റർ ഒക്കെ ഉപയോഗിച്ച് വായിച്ചൊക്കെ നോക്കിയിട്ടൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട്, അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ചില വീഡിയോസിന്റെ താഴെ കമന്റിന്റെ കൂടെ ഹൈപ്പ്, ആ ഹൈപ്പ് 500 സബിന് മുകളിലോട്ട് ആയവർക്കാണ് ഹൈപ്പ് കൊടുക്കാൻ. നമ്മൾ ലൈക്ക് കൊടുക്കുന്ന പോലെയാണ് ഹൈപ്പ്. ആ ഹൈപ്പ് കിട്ടുന്നത് നല്ലതാണ് നമ്മളെ ചാനലിൽ. നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അവരും കയറി വരട്ടെ, നമുക്ക് കിട്ടുക മാത്രമല്ല അവർക്ക് കൊടുക്കുകയും ചെയ്യണം. നമ്മൾ ഒരു ചാനലിൽ ഒരു വീഡിയോന്റെ താഴെ കമന്റിന്റെ അവിടെ ഹൈപ്പ് എന്ന് പറയണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് ചെറിയ എമൗണ്ട് ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ 10 രൂപയൊക്കെ ആയിരിക്കുള്ളൂ. അപ്പൊ പൈസ കൊടുത്തിട്ടുള്ളതാണെങ്കിൽ ആ പൈസ നമ്മൾ കണ്ടില്ലെന്ന് കരുതണം. കാരണം നമ്മൾ കൊടുത്താലേ നമുക്കും കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മളും കൊടുത്ത് ശീലിക്കുക, നമുക്കും കിട്ടട്ടെ, എല്ലാവരും സെറ്റ് ആവട്ടെ, ചെറിയ വരുമാനമാണെങ്കിലും അതുണ്ടാവട്ടെ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ, പിന്നെ ഒന്നുമില്ലല്ലോ. ബൈ ബൈ.